നമസ്കാരം വീണാമണി. നമസ്തേ സർ. വീണാമണി, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഗീത IAS റിപ്പോർട്ട് പുറത്തു വന്നു. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറേയധികം കള്ളങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ കെട്ടുപൂട്ടി പുറത്തു വന്നിരിക്കുന്നത്. അതിലേറ്റവും വലുത് PP ദിവ്യ പറഞ്ഞ പച്ചക്കള്ളങ്ങളെക്കുറിച്ചാണ്. ഇതിൽ തുടക്കം മുതൽ PP ദിവ്യയെയും പ്രശാന്തിനെയും കളക്ടറെയും ഒക്കെ കുറിച്ച് നിരവധി സംസാരം നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. PP ദിവ്യയുടെ പിന്നിൽ മറ്റാരെങ്കിലും ചരട് വലിച്ചതായി CPMലെ നേതാക്കൾ ചരട് വലിച്ചതായി മറ്റോ വീണാമണിക്ക് തോന്നുന്നുണ്ടോ? ഒന്ന് പറയുമോ? തീർച്ചയായും മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഇത് സാറുമായിട്ട് നമ്മൾ സംസാരിച്ച വിഷയമാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ ദിവ്യ ഒറ്റയ്ക്ക് ചെയ്യുന്ന കഴിയൊന്നല്ല ഇതൊന്നും. ദിവ്യക്ക് പിന്നിൽ ഫലമായിട്ട് CPMൻ്റെ കണ്ണൂർ ലോബിയൻ്റെ രാഷ്ട്രീയത്തിൻ്റെ നേതാക്കൾ, ഞാൻ ഇന്നാളത്തെ ഒരു പേര് വെളിപ്പെടുത്തിയ കുറേ ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ട്. അവരുടെ അറിവോടെ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത്. ദിവ്യ ഒറ്റയ്ക്ക് ചെയ്തതല്ല, ഉറപ്പാണ്. ദിവ്യനെ ഒറ്റക്കാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്. അവരുടെയൊക്കെ ഫോൺ കോളുകൾ പരിശോധിച്ചാൽ മനസ്സിലാവുന്നു. അപ്പോൾ ഈ PP ദിവ്യ ഈ കഴിഞ്ഞ ദിവസം അവരെ സംബന്ധിച്ച് വന്ന റിപ്പോർട്ടിൽ പറഞ്ഞത് ആ ഫംഗ്ഷനിലേക്ക് അവർ യാദൃച്ഛികമായി എത്തിയത് എന്നാണ്. പക്ഷേ ഈ വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എത്രയെങ്കിലും തവണ കളക്ടറുടെ PA ഇവരുടെ PA വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ യാത്രയപ്പ് എപ്പോഴാണെന്ന് ചോദിക്കുന്നു. അങ്ങനെ ആരുടെയും അനുവാദമില്ല, കളക്ടർ പോലും വരണ്ട എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ആ റിപ്പോർട്ടിലുള്ളത്. അപ്പോൾ PP ദിവ്യ അവിടേക്ക് ഇടിച്ചു കയറി വരുന്നു. വന്നിട്ട് ആ ഒരു സംഭാഷണത്തിൽ പറയുന്നതും അവരുടെ പ്രവൃത്തിയും ഒക്കെ തന്നെ പച്ചക്കള്ളമാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ പോകുന്നു. അത് വ്യക്തമായിട്ട് പറഞ്ഞില്ല വീണാമണി. ഇത് PP ദിവ്യയെ കൊണ്ട് ആരെങ്കിലും ചെയ്യിച്ചതാണോ? പ്രശാന്തൻ്റെ റോള് ഇതിനകത്ത് എന്താണ്? പ്രശാന്തനൊക്കെ ഇതിൻ്റെ അകത്ത് എന്ന് പറയേണ്ട ഒരു ഡമ്മി മാത്രമാണ്. ദിവ്യയും ഡമ്മി തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഭൂമാഫിയൻ്റെ എല്ലാ സത്യങ്ങളും അറിയാമായിരുന്നു. അതുകൊണ്ടുണ്ടാക്കിയ ഒരു കൊലപാതകമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് കലക്ടർക്ക് നല്ല പങ്കുണ്ട്. കാരണം കലക്ടറുടെയും ആ ഷംസുദ്ദീൻ എന്ന ഡ്രൈവറുടെ അറിവോട് തന്നെയാണ് ഈ നാടകങ്ങളൊക്കെ നടത്തിയത്. അവിടെ ക്ഷണിക്കാത്ത സദസ്സിൽ വന്നിട്ട് അവളിങ്ങനെ ഒരു വീഡിയോ എല്ലാ സ്ഥലത്തും കൊടുത്ത് സാറിനെ അപകീർത്തിപ്പെടുത്തി തൂങ്ങി മരണം വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കൊലപാതകം ചെയ്തു. എന്നിട്ട് ഒരു പാവ മനുഷ്യനെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് ഇപ്പോഴും ആൾക്കാരുടെ മുമ്പിൽ അവളിങ്ങനെ വന്നിട്ട് പറയുക ചെയ്യുന്നത്. ഇതൊരു ലേഡീസിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയല്ല ഇത്. ഒരു പാവ മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് CPMൻ്റെയും കളക്ടറുടെയും പങ്ക് ഒരുപാടുണ്ട്. അതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ ഗീത മേഡം സത്യസന്ധമായ റിപ്പോർട്ട് ഇത് ആദ്യമേ കൊടുത്തിരുന്നു, മരണപ്പെട്ട സമയത്ത് തന്നെ. അപ്പോൾ ഇത് മന്ത്രി രാജൻ്റെ അടുക്ക് എത്തിയതിന് ശേഷം പിന്നീട് ആരും കണ്ടില്ല, കോടതി പോലും അത് കൊടുത്തില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ ദുരൂഹത മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വെളിവാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ കൊന്നു കെട്ടിത്തൂക്കിയത് കൊണ്ട് അവർക്ക് ഇതിൻ്റെ ആവശ്യം അദ്ദേഹത്തെ ഒരു കൊലപാതകത്തിലേക്ക് എത്തിക്കണം, കൊല്ലണമെന്ന് അവരുടെ ഒരു അജണ്ടയായിരുന്നു. അതിന് പ്രശാന്തൊക്കെ ഒരു കരുവായിട്ട് വന്നു. അല്ലെങ്കിൽ ഇപ്പം പ്രശാന്തിനെ അവർ സംരക്ഷിക്കണേ. NV ജയരാജൻ പറഞ്ഞൊരു വാചകമുണ്ട്, നാർക്കോ ടെസ്റ്റ് ചെയ്യാൻ പ്രശാന്ത് തയ്യാറാണെന്ന്. എന്നിട്ടെന്താ അറസ്റ്റ് ചെയ്യാത്ത? അവരത് ഉറച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്നിട്ട് അറസ്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? ദിവ്യനെ ഇത് ആരാണ് സംരക്ഷിക്കുന്നത്? CPMൻ്റെ കണ്ണൂർ ജില്ലയിലെ കുറേ നേതാക്കന്മാരാണ് അവളെ സംരക്ഷിക്കുന്നത്. അല്ലാണ്ട് എല്ലാവരുടെ അറിവോടെ അല്ലാണ്ട് ഈ ഒരു കൊലപാതകത്തിന് ദിവ്യക്കൊറ്റയ്ക്ക് കഴിയില്ല. പിന്നെ ഈ പീക്കിരി പെണ്ണിൻ്റെ ഇത്തരത്തിലുള്ള വാക്ക് കേട്ടിട്ടൊന്നും പാവം മനുഷ്യൻ തൂങ്ങി മരിക്കൂല. അങ്ങനെ ഏതൊക്കെയോ ചാനലുകൾ പറയുന്നുണ്ടെങ്കിൽ അത് ചാനലുകാരുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. മരണത്തിന് തൂങ്ങി മരണമെങ്കിൽ ഇത്ര മണിക്കൂർ വൈകിട്ടാണ് അവിടെ പോലീസ് വരുന്നത്. അതുപോലെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലുകൾക്ക്, പ്രത്യേകിച്ച് അടുത്തുള്ള ഹോസ്പിറ്റലിൽ മാത്രമേ BNS പ്രകാരം, ഇപ്പോഴത്തെ നിയമപ്രകാരം ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ BNS പ്രകാരമുള്ളത് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിർബന്ധമായി എത്തിക്കണമെന്നുണ്ട്. പിന്നെ എന്തിനാണ് കണ്ണൂർ ഹോസ്പിറ്റലും തലശ്ശേരി ഹോസ്പിറ്റലും വെച്ചിട്ട് പിന്നെ പരിഹാരത്തേക്ക് കൊണ്ടുപോയത്? ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ ഇന്റർഫിയർ ചെയ്യാണ്. ഈ പ്രശാന്തിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ, പ്രശാന്തിനെ കുറിച്ച് എന്താ? പ്രശാന്തും ഇതിനകത്ത് ഈ പെട്രോൾ ബങ്കിൻ്റെ കാര്യത്തിൽ പ്രശാന്തിൻ്റെ ഇടപെടൽ, പ്രശാന്തിൻ്റെ ആ പങ്കിനെ കുറിച്ച് ഒന്ന് പറയുക തന്നെ വേണം. പ്രശാന്ത് എന്ന വ്യക്തിനെ ഇതിൽ 98,500 രൂപ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവിടെ പരാമർശിച്ച് ADM സാറിനെ അപകീർത്തിപ്പെടുത്തുന്നുണ്ട്.
അപ്പോൾ ഇവർ പ്രശാന്തിൻ്റെ ആരുമല്ലെങ്കിൽ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യേണ്ട സാറേ, അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണ്ടേ? ഒരാൾ ഞാനൊരു കൈക്കൂലി കൊടുത്തു എന്ന് പറയുമ്പോൾ ജയിലിലാക്കണ്ടേ? അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നില്ലേ? NV ജയരാജൻ പറയുന്നു പ്രശാന്ത് നാർക്കോ ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന്. അപ്പോൾ നേരെ ജയരാജ് പറയേണ്ടെങ്കിൽ ഇവർക്ക് കൂട്ട് നിൽക്കുന്നുണ്ട്. പ്രശാന്ത് അവിടെ ഒരു ഡെമ്മി ആയിട്ട് വരികയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ പ്രശാന്തിൻ്റെ പങ്കെന്താണെന്ന് തെളിയിക്കേണ്ടത് ഇവിടുത്തെ കേരള പോലീസാണ്, പിണറായി എന്ന മുഖ്യമന്ത്രിയാണ്, അല്ലാണ്ട് ഞാനല്ലല്ലോ. ഇതിൽ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളൊന്നുമല്ലല്ലോ. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ദിവ്യ എന്ന വ്യക്തി ഇതിനകത്തുണ്ടാക്കിയ നൂലാമാലകൾ കൊണ്ട് ഒരു പാവം വ്യക്തിനെ കൊന്നു കെട്ടിത്തൂക്കിയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ഇതിൻ്റെ അകത്ത് എന്താ പറയേണ്ടത്, പെട്ടെന്ന് തന്നെ കത്തിക്കാൻ വേണ്ടിയിട്ട് NV ജയരാജൻ മലയാളപ്പുഴയിലേക്ക് പോയ നാടകങ്ങളും ആ പാവം കുടുംബത്തിനെ പറ്റിച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് ബോഡി പെട്ടെന്ന് CPMൻ്റെ ഇടപെടലോടെ കത്തിച്ചതും അത് അവരുടെ കൊലപാതകത്തിൻ്റെ തന്ത്രമായിരുന്നു എന്നും ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല സാറേ. അല്ല, തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് പറയാനുള്ളൊരു കാര്യം, സർക്കാർ PP ദിവ്യയെ തുടക്കം മുതൽ CPM സംരക്ഷിക്കാൻ നോക്കിയെങ്കിൽ ലാൻഡ് റവന്യൂ ഈ പറയുന്ന ഉയർന്ന ഉദ്യോഗസ്ഥ മാഡത്തിൻ്റെ ഗീത അല്ലേ, ഗീത മാഡത്തിൻ്റെ റിപ്പോർട്ട് മറച്ചു വെച്ചു. അതെ, ഈ റിപ്പോർട്ട് കോടതിയിൽ ഹൈക്കോടതിയിൽ ഇത്രയും ദിവസം വ്യവഹാരം നടക്കുമ്പോൾ ഒന്നും പുറത്തു വരാതിരുന്നതും അതിനകത്ത് എന്തെങ്കിലും കളികളായിട്ട് തോന്നുന്നുണ്ടോ? ഇനിയിപ്പോൾ ഒരു പേജോ കുറച്ച് പേജുകളോ മാറ്റി വെച്ചാലും അത് ഗീത മാഡത്തിനെ അറിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്രയും കാലം മന്ത്രി രാജന് കൊടുത്തു എന്ന് പറയുന്നു. നമ്മൾ ഇതൊരു ദിവസം സംസാരിച്ച വിഷയമായിരുന്നു. അപ്പോൾ ഈ മന്ത്രി രാജന് കൊടുക്കുമ്പോൾ ഈ ഗീതാ മേഡം എന്ന് പറഞ്ഞ സത്യസന്ധയായ ആ ഉദ്യോഗസ്ഥ നവീൻ ബാബു സാറിൻ്റെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ, കോളുകൾ പരിശോധിച്ച് ഇന്ന ആൾക്കാരുടെ പങ്കൊക്കെ വ്യക്തമായിട്ട് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ആരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പേജുകൾ മാറ്റി കൊടുത്തതാണോ ചാനലുകാർക്കെന്ന് പറയാൻ പറ്റത്തില്ല. അത് ഗീതാ മേഡുമായിട്ട് സംസാരിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇതിൻ്റെ അകത്തുള്ള ദുരൂഹത എത്രമാത്രം ഉണ്ടെന്ന്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ അകത്ത് കണ്ണൂർ ലോബിയൊക്കെ വേണ്ടിയിട്ട് ദിവ്യ അടക്കം ഒരു കൊലപാതകം നടത്തിയിട്ട് പെട്ടെന്ന് ബോഡി കത്തിച്ചു. അത് ആ മലയാളപ്പുഴയിലെ ആ കുടുംബത്തിന്, ആ സഹോദരനെ ചതിച്ചു, വഞ്ചിച്ചു. അവരെ വീണ്ടും ചതിച്ചുകൊണ്ടേയിരിക്കുന്നു. കൊലപാതകം കത്തിച്ചതിന് ശേഷം ഇപ്പോഴും ചതിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ഗീതാ മാഡത്തിൻ്റെ റിപ്പോർട്ട് അവരത് മറച്ചു വെച്ചത്. ഇത്രക്കാര്യം ഒരുപാട് കാര്യങ്ങൾ അതിൽ പരാമർശിക്കുന്നുണ്ട്. എൻ്റെ സംശയം, ഹൈക്കോടതിയിൽ ഈ കേസ് ആദ്യം സിംഗിൾ ബെഞ്ചായിരുന്നു, പിന്നീട് അത് ഡിവിഷണൽ ബെഞ്ചിലേക്ക് കുടുംബം പോയി. ഇപ്പോൾ 2 സിംഗിൾ ബെഞ്ചും ഡിവിഷണൽ ബെഞ്ചും എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് കൊലപാതകമെല്ലാം തൂങ്ങി മരണം നാക്കാൻ വേണ്ടിയിട്ട്. കാരണം സുപ്രീം കോടതിയിൽ ഇവർ പോയാൽ കുടുങ്ങൂന്നറിയാം. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇനി മേഡം മഞ്ജുഷ മേഡവും അനിയനും പോകാനിരിക്കുന്നത് സുപ്രീം കോടതിയിലേക്കാണ്. ഞാനടക്കം ഇതെന്തായാലും നിരാഹാരം ഇരുന്നിട്ട് ഞാനിത് പുറത്തു കൊണ്ടുവരുമെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ, സുപ്രീം കോടതിയിൽ ഇവർ പോകുമ്പോൾ സുപ്രീം കോടതിയിലേക്ക് അവരുടെ വിമർശനം ഈ കീഴ്ക്കോടതി ഹൈക്കോടതിക്ക് കിട്ടുമെന്ന് വീണാമണി പോലീസിനും ഹൈക്കോടതിക്കും പോലീസിനെ വിസ്തരിക്കുമ്പോൾ ഒരു ഇഞ്ചിഞ്ചായിട്ട്, അതായത് പോലീസിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അതിനകത്ത്. താക്കോല്, അതായത് ADM സാറ് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് താക്കോൽ ആരെയാണ് ഏൽപ്പിച്ചത്? ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പ്രത്യേകം ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് താക്കോൽ ആരെ ഏൽപ്പിച്ചു, പിന്നീട് നവീൻ ബാബു സാറിൻ്റെ കയ്യിൽ എങ്ങനെയാണ് താക്കോൽ ലഭിച്ചത്, തിരികെ എത്തിയത്? ആ ചോദ്യം പ്രധാനപ്പെട്ടതാണ്. പോലീസിന് കോടതിയിൽ ഒരു ഉത്തരവും ഉണ്ടാവില്ല ഈ ചോദ്യങ്ങൾക്കല്ലോ. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഇത്രയും വൈകിയത് എന്തിനാണ്? അതായത് ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടുന്ന് കണ്ണൂരിൽ നിന്ന് ഈ ADM സാർ താമസിക്കുന്ന ആ പള്ളിക്കുന്ന് എന്ന സ്ഥലത്തേക്ക് ഒരു 10 മിനിറ്റ് പോലും വേണ്ട. അത്രയും വൈകിട്ട് 1.5 മണിക്കൂറിലധികം വൈകിക്കാൻ എന്താണ് കാരണം? ഇവരുടെ ഗൂഢതന്ത്രത്തിന് പോലീസിനെ ജോലി ചെയ്യാൻ വിട്ടില്ല എന്നതാണ് അതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ പോലീസുകാരെ കോടതിയിൽ വിസ്തരിക്കുന്ന സമയത്ത് ഇവർ ഒന്നും മിണ്ടലുണ്ടാവില്ല, അല്ലെങ്കിൽ അവരെ ജോലി പോകും ഉറപ്പാണ്. ഏതായാലും എൻ്റെ ഒരു സംശയം ചോദിക്കാനുള്ളത്, ഇപ്പോൾ അവർക്ക് വേണ്ടി വക്കാലത്ത് പറയുന്ന അഡ്വക്കേറ്റിനെ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നല്ലോ, രാംകുമാർ സാറുമായിട്ട് വീണാമണിക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതൊരു വലിയ കാര്യം തന്നെയാണ്. എന്താണ് രാംകുമാർ സാർ ഈ കേസിൽ വീണാമണിയോട് പറഞ്ഞത്? അതായത് ഈ ഹൈക്കോടതി കേൾക്കാതെ പോയ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളുമായി രാംകുമാർ സാർ എന്താണ് വീണാമണിയോട് സംസാരിച്ചത്? രാംകുമാർ സാർ പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ രഹസ്യമാക്കി വെക്കേണ്ടതുണ്ടല്ലോ കേസിൻ്റെ ഇതിൽ. പക്ഷേ ഇതിനകത്ത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ 5 ആളെ അവർ മറച്ചു പിടിച്ചിട്ടുണ്ട്. ഡോക്ടർ ഷംസുദ്ദീൻ, ദിവ്യയുടെ ഭർത്താവ്, അതുപോലെ തന്നെ പിന്നെ ഈ പ്രശാന്ത്, അതുപോലെ ഈ പിന്നെ കളക്ടർ, ഇവരുടെയൊക്കെ പങ്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇവരുടെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഈ കളക്ടറുടെയൊക്കെ ഈ പേരിനകത്ത് മറച്ചു വെക്കുമ്പോൾ, ഡോക്ടറുടെ പേര് മറച്ചു വെക്കുമ്പോൾ കോടതിക്ക് പിന്നെ CBI വരണമെന്ന്
പറയാൻ പെട്ടെന്ന് ഇതുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ തൂങ്ങി മരിച്ചിട്ടില്ല, അല്ലെ തൂങ്ങി മരണമാണ് എന്നൊക്കെ കോടതി കണ്ടെത്തിയില്ല. കോടതിക്ക് ഇവിടെ പിന്നെ ഒന്നുകിൽ ആരോ ഭയന്നിട്ട് ഒന്നും മിണ്ടാതെ നിഷ്പക്ഷമായി നിൽക്കുന്നു, ഇവർ തന്നെ അന്വേഷിച്ചോട്ടെ എന്ന് കോടതി പറയുമ്പോൾ ചാർജ് ഷീറ്റ് കൊടുത്തില്ലേ, ഇനി എന്താ അന്വേഷണം വരുന്നത്? അപ്പോൾ അതിൽ നിന്ന് ജനങ്ങളെ വിശ്വാസം, അതായത് നമുക്ക് ഇപ്പോൾ ഒരു കോടതിയിൽ ഒരു പരമോന്നത നീതിപീഠത്തിന് ഒരു വിശ്വാസമുണ്ട്. ഈ പോലീസുകാർ എന്ത് എഴുതി വെച്ചാലും പാർട്ടി പറഞ്ഞിട്ടല്ലേ അവരെഴുതി വെക്കുന്നത്, പാർട്ടി പറഞ്ഞതേ അവർക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ അവരെ കൊല്ലും ഉറപ്പാണ്. അപ്പോൾ അവർക്ക് എഴുതി വെക്കുമ്പോൾ ആ പോലീസുകാർ എഴുതി വെച്ചാലും നാളെ പാർട്ടിയല്ല ഉണ്ടാവും, വിസ്തരിക്കാൻ ആരുണ്ടാവുക? പോലീസുകാർ തന്നെ അവിടെ നിൽക്കേണ്ടി വരും. ആ സമയത്ത് ഈ ബഹുമാനപ്പെട്ട നീതിപീഠത്തിൽ നമുക്കുണ്ടാകുന്ന വിശ്വാസം, അവിടെ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ നമുക്കൊരു A4 ഷീറ്റിൽ എഴുതി കൊടുക്കാം, ബഹുമാനപ്പെട്ട നീതിപീഠത്തിന് ഇങ്ങനെയൊക്കെ നമുക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്, ഇത് രാഷ്ട്രീയ ഇടപെടലോടെയാണ്, അതുകൊണ്ട് സാറിൻ്റെ കനിവുണ്ടാവണമെന്ന്. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ഇത്രയും ചതികൾ ചെയ്യുമ്പോൾ കോടതിയിലുള്ള വിശ്വാസം ജനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ജനങ്ങൾ തന്നെ ചിലപ്പോൾ രഹസ്യമായിട്ട് ആരെങ്കിലും കൊലപാതകം നടത്താനുള്ള ഇത് എന്നുവെച്ചാൽ കൊല്ലുമ്പോൾ ഒന്നും ഇവിടെ നീതി കിട്ടുന്നില്ലല്ലോ. അപ്പൊ ജനങ്ങൾക്ക് തന്നെ മനസ്സുമടുക്കില്ലേ സാറേ? അപ്പൊ ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ ഇനിയെങ്കിലും ഗീതാ മേഡത്തിന്റെ ഈ റിപ്പോർട്ട് സത്യസന്ധമായിട്ട് ഒന്നും കൂടി നല്ല രീതിയിൽ CBI അന്വേഷണം നടത്തിയിട്ട് ഈ പറഞ്ഞ വ്യക്തികളെ ദിവ്യേൻ്റെ ഭർത്താവിന, ഡോക്ടർ ഷംസുദ്ദീന, അതുപോലെ തന്നെ ഈ കലക്ടർ, അതുപോലെ തന്നെ പ്രശാന്തിന, NV ജയരാജിന, ഇവരെയൊക്കെ നാർക്കോ ടെസ്റ്റ് ചെയ്താൽ ഈ കൊലപാതകം എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്, ഈ രാംകുമാർ സാർ വേറെ എന്താണ് പറഞ്ഞത്? ഈ ഹൈക്കോടതിയിലെ നടപടികളിൽ ഇതിപ്പം ഈ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും വീഴ്ച തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇനി എന്തൊക്കെ നടപടികൾ രാംകുമാർ സാർ ഇപ്പോൾ സുപ്രീം കോടതി പോകുന്നതിന് മുമ്പ് ഹൈക്കോടതിയിലെ എല്ലാ കാര്യങ്ങളും കഴിയുകയാണോ ഇതോടുകൂടി? അവർ ഹൈക്കോടതിയിൽ ഇതായല്ലോ, ഇനിയിപ്പോൾ സാറിന് ഇതിൽ എന്ത് പ്രതീക്ഷയുള്ളത് ഈ കേസിൽ? ഇനി രാംകുമാർ സാർ എന്താ പറഞ്ഞു വെക്കുന്നത്? എന്തായാലും ഇതിനകത്ത് ഈ രാംകുമാർ സാറ് അദ്ദേഹം നടത്തുന്ന കേസിൽ പറയാൻ പറ്റില്ലല്ലോ, പറഞ്ഞ കാര്യങ്ങൾ വേറെ ഉള്ളത് നമ്മൾ അത് രഹസ്യമാക്കി വെക്കേണ്ടതാണ്, അത് പറയാൻ പാടില്ല. അപ്പം കുറേ കാര്യങ്ങൾ സാറ് പറഞ്ഞത് ഇതിനകത്ത് പറയാൻ പാടില്ലാത്തുണ്ട്, അത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ എങ്കിൽ ഇതിനകത്ത് ഒരു കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒളിച്ചിരിക്കുന്ന ഇതാണ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഇതിൽ ഉൾപ്പെടുത്തണം. ഇതിനകത്ത് മറച്ചു വെച്ചിട്ടുണ്ട്, കളക്ടറൊക്കെ പങ്കെടുക്കും. നമ്മൾ ഇത്രയും സമയം സംസാരിച്ചപ്പോഴും പ്രശാന്തിനെയും PP ദിവ്യയും പറഞ്ഞു, ശരിയാണ്, കളക്ടർക്കും ഇതിൽ നിർണായകമായ പങ്കുണ്ട്. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലാക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം പ്രശാന്തിനെ ഇതുവരെ പ്രതി പോലും ചേർത്തിട്ടില്ല. അത് ഇവര് ഇതിനകത്ത് ഡെമ്മിയാക്കി കൊണ്ടുവന്നത്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. പ്രശാന്ത് ഇദ്ദേഹം മരിച്ച ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്ത കത്ത് എന്ന് എഴുതിയത് തന്നെ പാർട്ടി തിരുവനന്തപുരത്ത് AK സെന്ററിന്റെ ഓഫീസ് സെക്രട്ടറിയാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. ഈ കത്ത് തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ ആ കത്ത് തയ്യാറാക്കിയതിൽ പ്രശാന്തൻ കൈക്കൂലി കൊടുത്തതിന് ഒരു തെളിവുമില്ല. കൈക്കൂലി അദ്ദേഹത്തിന് കിട്ടിയതായിട്ട് വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടില്ല. അപ്പോൾ പ്രശാന്തൻ പറഞ്ഞത് പച്ചക്കള്ളം, PP ദിവ്യ പറഞ്ഞത് പച്ചക്കള്ളം. ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു സിവിൽ ഡെത്ത് ഉണ്ടാകുമെന്ന് ഓപ്പണായിട്ട് വേദിയിൽ ഇരുന്നു കൊണ്ടാണ് PP ദിവ്യ പറഞ്ഞത്. 2 ദിവസം കൊണ്ട് കാണിച്ചു തരാം പറഞ്ഞിട്ട് വെല്ലുവിളിക്കാരെ ഉദ്യോഗസ്ഥന്മാരെ മുമ്പിൽ വെച്ചിട്ട് ഒരു സ്ത്രീ ആയാലും ആരായാലും നമ്മൾ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് അദ്ദേഹത്തിന് മനപൂർവ്വം കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപ്പാട്, സിവിൽ ഡെത്ത് ഉണ്ടാകും എന്നൊക്കെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അതെ. അപ്പൊ അതായത് ജനങ്ങളെ ബോധിപ്പിക്കണം, തൂങ്ങി മരിച്ചു, ഞാൻ അപകീർത്തിപ്പെടുത്തി എന്ന് ബോധിപ്പിക്കണം. പക്ഷെ അവർ തന്ത്രമായിട്ട് കൊലപാതകം നടത്തി. അതുകൊണ്ടാണ് പ്രശാന്ത് പിന്നെ ഈ പേരിനകത്ത് വരാനും, അതുപോലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ സമയത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ബോഡി പെട്ടെന്ന് കണ്ണൂർ പോലും പൊതുദർശനത്തിന് വെക്കാതെ കത്തിച്ച. അപ്പോൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാകുന്ന നമ്മുടെ ഗീത മേഡം കൊടുത്ത റിപ്പോർട്ടുകളിൽ നിന്ന് ഇവരുടെയൊക്കെ കോളുകൾ ഞാൻ പറഞ്ഞ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഗീത മേഡം പോലും മനസ്സിലാക്കാത്ത കാര്യം, ഗോവിന്ദൻ്റെ മോൻ്റെത്, അതുപോലെ ശ്യാമളയുടെ പങ്ക്, NV ജയരാജിൻ്റെ പങ്ക്, ദിവ്യ എന്ന വ്യക്തിക്ക് ആരൊക്കെ ചേർന്നിട്ടാണ് സപ്പോർട്ട് കൊടുത്തത് ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് റവന്യൂ വകുപ്പിന്റെ മാത്രം റിപ്പോർട്ടാണ്. മന്ത്രി രാജൻ പറഞ്ഞ പോലെ റവന്യൂ വകുപ്പിന് ചെയ്യാനുള്ള കാര്യങ്ങൾ, അദ്ദേഹം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്നു, അദ്ദേഹം കൈക്കൂലിക്കാരനാണോ അല്ലേ എന്നുള്ളത് അന്വേഷിച്ചു, അതല്ലാന്ന് തെളിഞ്ഞു, അദ്ദേഹം കറകളഞ്ഞൊരു നല്ല ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ഗീത മേഡം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ ഗീത മേഡത്തിന്റെ ഇതിനകത്ത് ADM-നെ സംബന്ധിച്ച കാര്യം മാത്രമേ കൊടുക്കുന്നുള്ളൂ. പക്ഷേ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ ഇപ്പോൾ ഒരു പോലീസിനെ വിസ്തരിക്കുമ്പോൾ ചാർജ് ഷീറ്റ് കൊടുത്തല്ലോ. അപ്പോൾ ഈ ചാർജ് ഷീറ്റിനകത്ത് നമുക്ക് ആദ്യം മുതലേ വായിക്കുമ്പോൾ ഒരാളെ വിസ്തരിക്കുമ്പോൾ ഇതിനകത്ത് ഇപ്പം 4 SP അത്രയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു SP-നെ വിളിച്ചിട്ട് അഡ്വക്കേറ്റ് വിസ്താരം നടത്തുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ
ഇതിൻ്റെ അകത്ത് ഇത്രയും വൈകിച്ചത്? ഇത് ചോദിക്കുമ്പോൾ പോലീസിന് ഉത്തരവുണ്ടാവില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ താക്കോലിന്റെ കാര്യം, രണ്ടാമത്തത്. മൂന്നാമത്തെ ഈ നൂല് പോലത്തെ ചരടിൻ്റെ അകത്ത് തൂങ്ങി മരിച്ചു എന്ന് പറയാ കേരള ജനതയെ വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കുന്ന CPM. അല്ലാണ്ട് ഇത് ദിവ്യക്ക് സഹായം ചെയ്യാൻ നമ്മളിവിടെ ബുദ്ധിയില്ലാത്തവർ അരിയാഹാരം കഴിക്കുന്നവരല്ലേ സാറേ. അപ്പോൾ ഇത് ദിവ്യനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് നാടകങ്ങൾ, ആ പാവം മനുഷ്യനെ കൊന്ന് കെട്ടി തൂക്കിയിട്ട് നടത്തിയ നാടകം, അതിനകത്ത് ഈ ഇതിനകത്ത് ദിവ്യക്ക് സഹായം ചെയ്തവരും ഈ ഗീതാ മാഡത്തിൻ്റെ റിപ്പോർട്ട് മറച്ചു വെക്കാൻ്റെ ഇടയാക്കി. കാരണം MV ജയരാജ് ഇതിൻ്റെ അകത്ത് ആ ഗീതാ മാഡത്തിൻ്റെ റിപ്പോർട്ട് മറച്ചു ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് ഈ ലാൻഡ് റവന്യൂ അവരുടെ ഇപ്പോൾ തയ്യാറാക്കിക്കുന്ന ഗീതാ മാഡത്തിൻ്റെ റിപ്പോർട്ട്, ഇത് സുപ്രീം കോടതിയിൽ ഇവർക്കൊരു നല്ല സഹായം തന്നെ ആകില്ലേ ഈ കുടുംബത്തിന്? അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ഉറപ്പായിട്ടും ഗീതാ മാഡത്തിൻ്റെ റിപ്പോർട്ട് കുറച്ച് സഹായം ഉണ്ടാവും. കാരണം വിശാലമായിട്ട് ഗീതാ മാഡത്തിന് എഴുതേണ്ടി വന്നില്ലല്ലോ. ഇപ്പം ഇതിനകത്ത് മറ്റുള്ള അവരുടെ അദ്ദേഹം കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല, അദ്ദേഹം കൈക്കൂലി വാങ്ങുന്ന ആളല്ല, അദ്ദേഹത്തിന്റെ നേരെ കള്ളപ്രചരണം ഉണ്ടാക്കി ഇവർ 3 പേരും കൂടെ ഈ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സംവിധാനം ഈ ഗീതാ റിപ്പോർട്ടിലുണ്ട്. ശരി, നന്ദി.